അങ്ങ് മോദിയുടെ ആ ഒരു നയതന്ത്രത്തെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. നോക്കൂ, ഞാൻ എൻ്റെ പാർലമെൻറ്റ് പ്രസംഗത്ത് പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ്. ഞാൻ ഭാരതം പീസ് കീപ്പിംഗ് അല്ല, സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് റഷ്യയും യുക്രൈൻ രണ്ട് രാജ്യങ്ങളൊപ്പം ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിൻറ്റിയും ഈ ബോർഡേഴ്സിനെ വാലിയേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷേ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. ഇതിൽ ഒരു തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. എനിക്ക് റഷ്യൻ പ്രസിഡന്റിനെയും യുക്രൈൻ പ്രസിഡന്റിനെയും ഒരേപോലെ പിന്തുണയ്ക്കുന്ന ഹഗ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഹഗ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞു. സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞതന്നെ നിങ്ങളുടെ ടേപ്പ് എടുത്തോളൂ, അവിടെ എല്ലാം കാണാം.